Hello students, welcome to the first session of our second module of our subject mechanics of solids. Students, so we have completed our previous module. So what have you studied in our previous module? എന്തൊക്കെയാണ് പഠിച്ചത്? കഴിഞ്ഞ മൊഡ്യൂൾ നമ്മൾ പഠിച്ചത് മെയിനായിട്ട് സ്ട്രെസ് എന്താണെന്ന് പഠിച്ചു, സ്ട്രെസ്സിൻ്റെ ടൈപ്സ് പഠിച്ചു. അതായത് നോർമൽ ആൻഡ് ഷിയർ, നോർമൽ ആൻഡ് ടെൻസൈലിംഗ് കംപ്രസീവ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതുപോലെ സ്ട്രെസ് മെട്രിക്സ് പഠിച്ചു, സ്ട്രെസ് മെട്രിക്സ് പഠിച്ചു അല്ലേ. ഇനി സ്ട്രെയിൻ പഠിച്ചു, സ്ട്രെയിൻ്റെ ടൈപ്പ് നോർമൽ സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ, അതായത് എപ്സിലോണും ഗാമയും. എപ്സിലോൺ തന്നെ അല്ലെങ്കിൽ നോർമൽ സ്ട്രെയിൻ തന്നെ കംപ്രസീവ് ഉണ്ടാവും, ടെൻസൈലും ഉണ്ടാവും. ഓക്കെ, അതിൽ സ്ട്രെയിൻ മെട്രിക്സ് പഠിച്ചു. സ്ട്രെയിൻ മെട്രിക്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്, പ്രിൻസിപ്പൽ പ്ലെയിൻ അല്ലേ, അതായത് സ്റ്റേറ്റ് ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ്, പ്രിൻസിപ്പൽ പ്ലെയിൻ, അതായത് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അല്ലേ നമ്മൾ മെട്രിക്സ് കൊണ്ട് ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ആണ്, സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൻ്റെ പോയിൻ്റ് ആണ് മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് പ്ലെയിനാണോ നമ്മൾ എടുക്കുന്നത്, വിച്ച് എവർ പ്ലെയിൻ വി ആർ സെലക്ടിങ്, ഇറ്റ് വിൽ ഹാവ് സം സർട്ടൻ വാല്യൂ ഓഫ് സ്ട്രെസ് അല്ലേ. അപ്പോൾ ഏത് പ്ലെയിനിലാണോ നോർമൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത്, അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് മാത്രം ഉണ്ടാകുന്നത്, നോ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആവുന്ന ആ പ്ലെയിനാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ, ആ പ്ലെയിനിൻ്റെ ജോമെട്രി അല്ലെങ്കിൽ പ്ലെയിനിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് കൊസൈൻസ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടല്ലേ. അതിന് അങ്ങനെ മെഷർ ചെയ്ത് കിട്ടുന്ന പ്ലെയിനിനാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ 3Dയിലാണ് നമ്മൾ പഠിച്ചത്. പിന്നെ പ്ലെയിൻ സ്ട്രെസ്സും പ്ലെയിൻ സ്ട്രെയിനും പഠിച്ചു, അതായത് 2Dയിൽ, അതായത് വൺ പർട്ടിക്കുലർ പ്ലെയിൻ ഓൺലി, അതായത് XY പ്ലെയിൻ ഓൺലി, അങ്ങനെ 2Dയിലെടുത്തു. അതാണ് പ്ലെയിൻ സ്ട്രെസ്, പ്ലെയിൻ സ്ട്രെയിൻ. 2Dയിലാണ് നമ്മൾ മോർസ് സർക്കിൾ ഇൻ 2D അപ്ലൈ ചെയ്യുന്നത്. മോർസ് സർക്കിൾ നമുക്ക് എന്ത് കിട്ടും, മോർസ് സർക്കിൾ യൂസ് ചെയ്താൽ നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് പ്രിൻസിപ്പൽ പ്ലെയിനും പ്രിൻസിപ്പൽ സ്ട്രെസ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ബേസിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടില്ല, പക്ഷേ പ്രോബ്ലം ഞാൻ ചെയ്തിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാം ഒരു വീഡിയോ, ഡോണ്ട് വറി. അപ്പോൾ നിങ്ങൾക്കൊരു സാമ്പിളായിട്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഒരു അസൈൻമെൻറ്റ് തന്നിന്. ഹോപ്പ് യു ഹാവ് ഡിഡ് ദോസ് അസൈൻമെൻറ്റ്സ്. ഒന്ന് പേടിക്കേണ്ട, ഞാനൊന്ന് സോൾവ് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് മെയിനായിട്ട്. സ്ട്രെസ്, സ്ട്രെയിൻ, സ്ട്രെസ് മെട്രിക്സ്, സ്ട്രെയിൻ മെട്രിക്സ്, പിന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ്, പ്രിൻസിപ്പൽ പ്ലെയിൻ, പ്ലെയിൻ സ്ട്രെസ്, പ്ലെയിൻ സ്ട്രെയിൻ, മോർസ് സർക്കിൾ, റൈറ്റ്. സ്റ്റുഡൻസ്, നമ്മൾ സ്ട്രെസ് മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സും ടെൻസറും തമ്മിലെ വ്യത്യാസം. സ്ട്രെസ് മെട്രിക്സും സ്ട്രെസ് ടെൻസറും രണ്ടും തമ്മിലെ വ്യത്യാസം. സ്ട്രെസ് മെട്രിക്സ് എന്ന് വെച്ചാൽ സിഗ്മ XX, ടോ XY, ടോ XZ, ഇങ്ങനെ 9 ടോട്ടൽ 9 അല്ലേ. സിഗ്മ IZ 9 ഉണ്ടായി. അത് നമ്മൾ ടെൻസർ ഫോമിലാക്കുന്ന വെക്ടർ ഫോം, അതായത് കോളം മെട്രിക്സ് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോളം മെട്രിക്സ് ഈസ് നോൺ ആസ് സ്ട്രെസ് ടെൻസർ. സോ ഇതിന് നമ്മൾ സിഗ്മ XX, ടോ XY, ടോ XZ, സിഗ്മ ടോ YX, സിഗ്മ YY, ടോ YZ, പിന്നെ ടോട്ടൽ 9 കണ്ടിന്യൂസ് വിത്ത് എന്താണ് ഇത് കഴിഞ്ഞിട്ട് 3 കൂടിയുണ്ട്. അതൊക്കെയാണ് ടോ ZX, ടോ ZY, സിഗ്മ ZZ. അതിനാണ് നമ്മൾ കോളം മെട്രിക്സ്, സ്ട്രെസ് ടെൻസർ പറയുന്നത്. ഇത് സ്ട്രെസ് മെട്രിക്സ് എന്ന് വെച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റിൽ, ടെൻസർ എന്ന് വെച്ചാൽ ഈ ടൈപ്പ് ബ്രാക്കറ്റ്. ഓക്കെ, രണ്ടും സെയിം ആണ്, എഴുതുന്ന രീതി വ്യത്യാസം. ഒന്ന് മെട്രിക്സ് ഫോമിൽ 3x3 മെട്രിക്സ്, മറ്റത് കോളം മെട്രിക്സ് ആയിട്ട് ആ രീതി എഴുതും. ഓക്കെ, സോ സ്റ്റുഡൻസ്, നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്മ ആൻഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, നോർമൽ സ്ട്രെസ് ആൻഡ് നോർമൽ സ്ട്രെയിൻ, ഓർ ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ. ഇവ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആക്ച്വലി ഹൂക്സ് ലോ ആണ് നമ്മളെ റിലേഷൻ. വാട്ട് ഈസ് ഹൂക്സ് ലോ? ഹൂക്സ് ലോ എന്ന് വെച്ചാൽ സിഗ്മ ഈസ് പ്രപ്പോർഷണൽ ടു എപ്സിലോൺ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ, ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്താണെങ്കിൽ സിഗ്മ പ്രപ്പോർഷണൽ ടു എപ്സിലോൺ, ലീനിയർലി പ്രപ്പോർഷണൽ ടു
directly proportional to epsilon, or sigma equal to E into epsilon. So E is equal to sigma by epsilon. E എന്ന് വെച്ചാൽ എന്താ? ഈ യങ്സ് മോഡുലസ്, ഈ ആണ് യങ്സ് മോഡുലസ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്ത് മാത്രമാണ് ഈ സിഗ്മ പ്രൊപ്പോർഷൻ എപ്സിലോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു കഴിഞ്ഞു. കാരണം ആക്ച്വലി ഫസ്റ്റ് മൊഡ്യൂളിൽ ഹൂക്സ് ലോ ഇല്ല. അതെനിക്ക് ബൈ മിസ്റ്റേക്ക് സംഭവിച്ചാണ്, ഒരു കൺഫ്യൂഷൻ വന്നത്. സെക്കൻഡ് മൊഡ്യൂളിലായിരുന്നു, പഴയ സ്കീമിൽ അത് ഫസ്റ്റ് മൊഡ്യൂളിലായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ് അത് എടുത്താണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പഠിച്ചില്ലേ? സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, അതായത് ഈൽഡ് പോയിന്റ്, ഇലാസ്റ്റിക് പോയിന്റ്, പ്രൊപ്പോർഷൻ ലിമിറ്റ്, പിന്നെ അൾട്ടിമേറ്റ് സ്ട്രെങ്സ്, ബ്രേക്കിംഗ് സ്ട്രെസ്, അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ്, ഇതൊക്കെ കാണിക്കുന്ന ഇതൊക്കെ സെക്കൻഡ് മൊഡ്യൂളിലാണ് വരുന്നത്. ഓൾറെഡി നമ്മൾ കുറച്ച് ഭാഗം കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു സെക്കൻഡ് മൊഡ്യൂളിൽ. അപ്പോൾ ഇതാണ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്നാണ് സിഗ്മ പ്രൊപ്പോർഷൻ ടു ഇലാസ്റ്റിക് ലിമിറ്റ് വെച്ചാൽ, ഇലാസ്റ്റിക് ലിമിറ്റ് വെച്ചാൽ ലിമിറ്റ് അപ് ടു വിച്ച് whenever the force is removed or the load is removed, the object റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ഓർ ഷേപ്പ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്താൽ പിന്നെ ഒറിജിനൽ മുന്നേ ഉണ്ടായ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായ സൈസ് ഓർ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇലാസ്റ്റിക് ബോഡി എന്ന് പറയാം. ഇലാസ്റ്റിസിറ്റി കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് ആയി നടത്തും. പ്ലാസ്റ്റിക് ആയി എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്ട്രെയിൻഡായ അവസ്ഥ അതിൻ്റെ ഷേപ്പ് മാറി ഡിഫോം ഷേപ്പ് അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് സ്റ്റേജിലെത്തി എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ബോഡി, നമ്മളെ പ്ലാസ്റ്റിക് PVC ഒക്കെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. കാരണം അതിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് റിമൂവ് ചെയ്താൽ മുന്നത്തെ ഷേപ്പിലേക്ക് വരില്ല, അത് സ്ട്രെയിൻഡായ അവസ്ഥയിൽ തന്നെ നിലനിൽക്കും. അതുകൊണ്ടാണ് അതിനെ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് പഠിക്കേണ്ടത് ജനറലൈസ്ഡ് ഹൂക്സ് ലോ ആണ്. ജനറലൈസ്ഡ് ഹൂക്സ് ലോ ജനറലൈസ്ഡ് ഹൂക്സ് ലോ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഹൂക്സ് ലോ പറഞ്ഞത് ഫസ്റ്റ് 1Dയിലാണ്, 1 ഡയമെൻഷൻ. നമ്മൾ സ്ട്രെസ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചൊക്കെ 3 ഡയമെൻഷനിലാണ്. വി ഹാവ് സ്റ്റഡീഡ് ദ സ്റ്റേറ്റ് ഓഫ് എ സ്ട്രെസ് അറ്റ് എ പോയിന്റ്. അപ്പോൾ ഹൗ ക്യാൻ വി എക്സ്പ്രസ് ജനറലൈസ് ഹൂക്സ് ലോ? ജനറലൈസ് ഹൂക്സ് ലോ പഠിക്കുന്നതിന് മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങൾ. വാട്ട് ഡു യു മീൻ ബൈ ഹോമോജീനിറ്റി? ഹോമോജീനിറ്റി ഓഫ് എ ബോഡി or a substance means same composition throughout the body. Same composition throughout the body ആണെങ്കിൽ, if the composition of the body is same throughout means the subject is homogeneous. So elastic properties are same at every point in the body. ഓക്കെ, അതാണ് ഹോമോജീനിറ്റി പറയുന്നത്. ഐസോട്രോപ്പി എന്ന് വെച്ചാൽ എന്താ? ഐസോട്രോപ്പിക് ബോഡി എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഐസോട്രോപ്പി എന്നുള്ള പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ? ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി സെയിം ആണെങ്കിൽ ഒബ്ജക്റ്റ് ക്യാൻ ബി ടേംഡ് ആസ് ഐസോട്രോപിക് ബോഡി. അനൈസോട്രോപ്പി എന്ന് വെച്ചാൽ അനൈസോട്രോപ്പി ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് different in various direction. അങ്ങനെയാണെങ്കിൽ the body is termed as anisotropy. Okay, now we will move to generalized Hooke's law. So generalized Hooke's law എന്ന് പറയുന്നത് ജനറൽ ലീനിയർലി ഇലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ ഹൂക്സ് ലോ നമ്മൾ എഴുതുക ഇങ്ങനെയാണ്. സ്ട്രെസ് ടെൻസർ
സ്ട്രെസ് ടെൻസർ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ടെൻസർ. അപ്പോൾ സ്ട്രെസ് ടെൻസർ എങ്ങനെ എഴുതും? സിഗ്മ എക്സ് സിഗ്മ എക്സ് ടോ എക്സ് വൈ ടോ എക്സ് സെഡ് ടോ വൈ എക്സ് സിഗ്മ വൈ വൈ ടോ എന്താണ് ടോ വൈ സെഡ് ടോ സെഡ് എക്സ് ടോ സെഡ് വൈ സിഗ്മ ഇസഡ് ഇസഡ്. സോ ഇതാണ് ടെൻസർ. 9 സ്ട്രെസ് കോമ്പണൻസ് ഞാൻ നിരത്തി ഒറ്റ കോളത്തിൽ താഴേക്ക് എഴുതി. അതിനാണ് ടെൻസർ എന്ന് പറയുന്നത്. ഇത് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഇത് പ്രൊപ്പോർഷണൽ ടു പറയുന്നത് കറസ്പോണ്ടിങ് സ്ട്രെയിൻ. സിഗ്മ എക്സ് സിഗ്മ വൈ എപ്സിലോൺ എക്സ് എപ്സിലോൺ വൈ അല്ല, അടുത്തത് ഗാമ എക്സ് വൈ ആണ്. അടുത്തത് ഗാമ എക്സ് സെഡ് ആണ്. ഗാമ വൈ എക്സ് ആണ്. എപ്സിലോൺ വൈ ഗാമ വൈ സെഡ് ഗാമ സെഡ് എക്സ് ഗാമ സെഡ് വൈ എപ്സിലോൺ ഇസഡ്. ഇത്രയും. അപ്പോൾ strain matrix is proportional, stress matrix is proportional to strain matrix. Now in order to remove this proportionality sign മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്താൽ പോലെ. ആ കോൺസ്റ്റൻറ്റ് എന്തായിരിക്കണം? ഒരു മെട്രിക്സ് ആയിരിക്കും. കാരണം 9 ടേമുമായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ എത്ര ടേം? 9/9. ഒരു 9/9 മെട്രിക്സ് ആയിരിക്കണം. 9/9 മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ D11 D12 D13 അതുപോലെ D19 9. അപ്പോൾ ഇത് ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു D11 പ്ലസ് സിഗ്മ ടോ എക്സ് വൈ ഇൻറ്റു D12 പ്ലസ് ഇത് അങ്ങനെ ഇത് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഒന്നാമത്തെ എപ്സിലോൺ എക്സ് കിട്ടണം. അതേപോലെ അടുത്ത മെട്രിക്സ് എന്ത് ചെയ്യണം? D21 D22 D23 അതേപോലെ D29 വരെ ഉള്ള ഒരു അടുത്ത റോ ഉണ്ട്. അപ്പോൾ അതിൽ സിഗ്മ എക്സ് ഇൻറ്റു D21 പ്ലസ് ടോ എക്സ് വൈ ഇൻറ്റു D22 പ്ലസ് ടോ എക്സ് വൈ ഇൻറ്റു D23 പ്ലസ് ടോ വൈ എക്സ് ഇൻറ്റു അടുത്ത D24 ഒക്കെ ചെയ്ത് അവസാനത്തെ ഇതും ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ആ ടേംസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടത് അടുത്ത സെക്കൻഡ് ഗാമ എക്സ് വൈ ആണ്. അങ്ങനെ എന്തായി? അതൊരു 9/9 മെട്രിക്സ് ആയി. അപ്പോൾ അതേപോലെ 9 ഫൈനലി എന്താണ്? D91 D92 അപ് ടു D99. അപ്പോൾ ഇത് ടോട്ടൽ എത്ര? How much components will be there in this matrix? Since this is a 9/9 matrix, there will be 81. 9 into 9 81 ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. ആ കോൺസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. ഒറ്റൊരു ടേം ആയിരുന്നെങ്കിൽ ജസ്റ്റ് സിഗ്മ ഒറ്റ ഒന്ന് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു? അതിനെങ്ങനെ വിളിക്കായിരുന്നു? ആക്ച്വലി പറഞ്ഞത് ചെറിയ മിസ്റ്റേക്ക് വന്നല്ലേ. നിങ്ങൾ സിഗ്മ എന്നുള്ളത് ഓക്കെ D11 പ്ലസ് D12 D11 ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് D12 ഇൻറ്റു ഗാമ എക്സ് വൈ പ്ലസ് D13 ഇൻറ്റു ഗാമ വൈ എക്സ് പ്ലസ് D19 ഇൻറ്റു എപ്സിലോൺ സെഡ് ചെയ്താൽ സിഗ്മ എക്സ് കിട്ടും. ഇങ്ങനെ തിരിച്ചിട്ടാണ് കേട്ടോ, മാറിപ്പോയി. അത് കാരണം ഇതിൻറ്റു ഇതാണ്, അതായത് ദിസ് മെട്രിക്സ് ഇൻറ്റു ദിസ് മെട്രിക്സ് ആണ് ദിസ് മെട്രിക്സ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൻറ്റു സിമിലർലി ഇതിൻറ്റു ഇത് പ്ലസ് ഇത് പ്ലസ് അടുത്ത കംപ്ലീറ്റ് ഇതിൻറ്റു ഇത് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം കിട്ടും. ഫൈനലി നമുക്ക് ഇതിൻറ്റു ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് അവസാനം ഇതിൻറ്റു ഇത് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാന ടേം കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം പറഞ്ഞ മിസ്റ്റേക്ക് ആയിപ്പോയി, സോറി. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇതാണ് ജനറലൈസ്ഡ് ഫോം ഓഫ് ഹൂക്സ് ലോ. So there will be some 81 constants in the constant matrix. So this matrix, so in general form you can write it as stress tensor equal to some D matrix D into epsilon.
So this D matrix is termed as stiffness matrix. Stiffness matrix. Stiffness matrix. സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. നമുക്ക് തൽക്കാലത്ത് ആൻഡ് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ജനറൽ അനൈസോട്രോപ്പിക് മെറ്റീരിയൽ we have already learned that an equality of Cauchy, right? So tau xy can be equal to tau yx, right? Similarly, tau yz is equal to tau zy. Similarly, tau xz equal to tau zx. ഇക്വാലിറ്റി ഓഫ് ക്രോഷ്യർ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചു. ഇക്വാലിറ്റി ഓഫ് ക്രോഷ്യർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പിന്നെ മെട്രിക്സ് കുറച്ചും കൂടി ചുരുക്കിക്കൂടെ. ദിസ് അപ്ലൈസ് ഇൻ കേസ് ഓഫ് സ്ട്രെയിൻ ഓൾസോ. ഇക്വാലിറ്റി ഓഫ് ക്രോഷ്യർ സ്ട്രെയിൻ. അങ്ങനെയാണെങ്കിൽ നേരത്തെ കേസിൽ സ്ട്രെസ് ടെൻസർ എന്നില്ല ഞാൻ കുറച്ചു സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ ഇസഡ് എന്നാക്കി. ബാക്കിയുള്ളത് ടോ എക്സ് വൈ ടോ എക്സ് സെഡ് ടോ എക്സ് വൈ ടോ വൈ സെഡ് എടുത്തോ. ടോ വൈ സെഡ് ടോ എക്സ് സെഡ് 6 ഉണ്ടാക്കി. ടോട്ടൽ 9 ഉണ്ടായത് ഞാൻ 6 ആക്കി. കാരണം 3 കോമൺ വരുന്നതുകൊണ്ട് 6 ആക്കി കുറച്ചു. ഇനി സെയിം ഈ മെട്രിക്സ് ഇതെന്താണ്? സിമിലർലി എപ്സിലോൺ എക്സ് എപ്സിലോൺ വൈ എപ്സിലോൺ ഇസഡ് ഗാമ എക്സ് വൈ ഗാമ വൈ സെഡ് ഗാമ എക്സ് സെഡ്. So this stress tensor consists of 6 elements. Similarly, strain tensor consists of 6 elements. So naturally this should be 6x6 matrix. അപ്പോൾ D11 D12 D16 അതുപോലെ D21 D22 D26. സിമിലർലി അവസാനത്തത് D16 D26 D61 D62 etc. D66. So total 6x6 matrix ആയതുകൊണ്ട് 36 കോമ്പണൻസ് ഉള്ള മെട്രിക്സ് ആയിരിക്കും സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഓക്കെ, 36 കോമ്പണൻറ്റുള്ള മെട്രിക്സ് ആയിരിക്കും സ്റ്റിഫ്നെസ് മെട്രിക്സ്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഫോമിൽ എഴുതി. ഈ ഫോം സിഗ്മ ഈക്വൽ ടു ഡി മെട്രിക്സ് ഇൻറ്റു എപ്സിലോൺ എന്ന് എഴുതി കഴിഞ്ഞില്ലേ. അതേപോലെ നമുക്ക് വേണമെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു 1/d മെട്രിക്സ് ഇൻറ്റു സിഗ്മ എന്ന് എഴുതി കൂടെ. ഈ 1/d മെട്രിക്സിനെ വേണമെങ്കിൽ നമുക്ക് ഒരു സി മെട്രിക്സ് എന്ന് വിളിച്ചോ. ഇൻവേഴ്സ് ഓഫ് ഡി മെട്രിക്സ് ക്യാൻ ബി സി മെട്രിക്സ്. ഈ സി മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോംപ്ലയൻസ് മെട്രിക്സ്. കോംപ്ലയൻസ് മെട്രിക്സ് ഈസ് നത്തിങ് ബട്ട് ഇൻവേഴ്സ് ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. 1/d inverse of stiffness matrix. Complex matrix is also known as flexibility matrix. കോംപ്ലയൻസ് ഓർ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. നമ്മൾ ഇതിനെന്തായിരുന്നു വിളിച്ചത്? സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻസ് എന്ന് വിളിക്കും. അതായത് ഓക്കെ, ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ജനറൽ ഫോമിൽ ഇത് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ഇക്വേഷൻ. അതായത് ഈ റിലേഷൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ? സിഗ്മ എക്സ് ഈക്വൽ ടു D1 എപ്സിലോൺ എക്സ് പ്ലസ് D11 എപ്സിലോൺ 1 പ്ലസ് D12 എപ്സിലോൺ വൈ പ്ലസ്
d13 epsilon z plus d14 tau x gamma xy plus d15 gamma yz plus d16 gamma xz. സോ ഇതൊരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻ ആണ്. അതേപോലെ അടുത്തത് സിഗ്മ y ഈക്വൽ ടു d21 എപ്സിലോൺ എക്സ് പ്ലസ് d22 എപ്സിലോൺ y. അങ്ങനെ ഇക്വേഷൻ, അങ്ങനെ നമുക്ക് 6 ഇക്വേഷൻസ് കിട്ടും. ജനറൽ അനൈസോട്രോപിക് മെറ്റീരിയൽ നമുക്ക് 6 ഇക്വേഷൻ കിട്ടും. 6 ഇക്വേഷൻ നമ്മൾ വാട്ട് വി കോൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻസ്, റൈറ്റ്? കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻ. ഈ d11 d12 d13 എന്താണ് നമുക്കറിയില്ല, അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. പക്ഷെ നമുക്ക് ജനറലി നമുക്ക് ഒരു 1 ഡയമെൻഷൻ ആണെങ്കിൽ സിഗ്മ ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റുമായിരുന്നതിന് ഫോർ 1D. ബട്ട് ജനറൽ കേസ് 3D കേസിൽ ഇങ്ങനെ എഴുതണം, ഇങ്ങനെ തന്നെ എഴുതണം. ഈ ഡി മൈറ്റ് ബി എ ഫങ്ഷൻ, ഡി ക്യാൻ ബി എ ഫങ്ഷൻ ഓഫ് എന്താണ് നമ്മുടെ ഇ, അതായത് യങ്സ് മോഡൽസിൻ്റെ ഒരു ഫങ്ഷൻ ആയിരിക്കാം, അതിൽ ഇ വന്നേക്കാം. ഇ എങ്ങനെ വരുന്നു, ഇ മാത്രമാണോ വരുന്നത്, വേറെന്തൊക്കെ ടേം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അടുത്ത ഘട്ടങ്ങളിൽ പഠിക്കുന്നതായിരിക്കും. നമ്മൾ ആസ് വി പ്രോഗ്രസ് ടുവേർഡ്സ് നെക്സ്റ്റ് സെഷൻസ് വിൽ ബി ലേണിംഗ് വാട്ട് ഓൾ തിങ്സ് കംസ് ഇൻ ദിസ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ് ഓർ സ്റ്റിഫ്നെസ് മെട്രിക്സ്. സോ ഇതിൻ്റെ ഇൻവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോംപ്ലയൻസ് മെട്രിക്സ് ഓർ ഫ്ലെക്സിബിൾ മെട്രിക്സ്. പിന്നെ ഇനി നമ്മൾ അതവിടെ വെക്കുക. ഇനി നമ്മൾ ജസ്റ്റ് പിന്നെ വരുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാമാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അത് നമ്മൾ പഠിച്ചു അല്ലേ, ഞാനതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് വെച്ചാൽ സ്ട്രെസ്, ഇവിടെ നോർമൽ സ്ട്രെസ്, അതായത് ഒരു UTM മെഷീനിലാണെങ്കിൽ, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിലാണെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്താൽ, ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് വേരി ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഇനീഷ്യലി 0 തുടങ്ങി ഒരു ലീനിയറായിട്ട്, പിന്നെ പിന്നെ അങ്ങനെ ഒരു കർവി അല്ലേ, ഇങ്ങനെ പോയി ഇതാണ് ഇത്. ഇലാസ്റ്റിക് പ്രൊപ്പോർഷൻ ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ബ്രേക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ്, പിന്നെ ആക്ച്വൽ കേസ്, അങ്ങനെ ഡിഫറെൻറ്റ് കേസ്, ഇതൊക്കെ പഠിച്ചു അല്ലേ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ് ജനറൽ, ഇങ്ങനെയാണ് പിന്നെ ഗ്രാഫിൻ്റെ പോർഷൻ എങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള ഏരിയ, അത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് gives the measure of toughness. Area under the graph gives the measure of toughness of the body. ഏത് ബോഡിയുടെ സ്ട്രെസ് ഡയഗ്രാമാണ് വരച്ചത്, ആ സ്ട്രെസ് ഡയഗ്രാമിൻ്റെ അടിയിലുള്ള ഏരിയ വലുതാണെങ്കിൽ ഇറ്റ് ഈസ് മോർ ടഫ് എന്നാണ്, ഏരിയ കുറവാണെങ്കിൽ ലെസ് ടഫ് എന്നാണ്. ടഫ്നെസ് വെച്ചാൽ എന്താ, വാട്ട് ഡു യു മീൻ ബൈ ടഫ്നെസ്? നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മളെ പ്രോപ്പർട്ടീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2. പ്രോപ്പർട്ടീസ് മെയിൻലി ഒന്ന് മെറ്റീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്, ജോമെട്രിക് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, 2 ടൈപ്സ്. ജോമെട്രി വെച്ചാൽ എന്താണ്, ലെങ്ത്, ഏരിയ, വോളിയം എക്സെട്ര, ഇതൊക്കെയാണ് ജോമെട്രിക് പ്രോപ്പർട്ടി. മെറ്റീരിയൽ പ്രോപ്പർട്ടി വെച്ചാൽ എന്താണ്, എന്തൊക്കെയാണ് മെറ്റീരിയൽ പ്രോപ്പർട്ടി വരിക, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മെറ്റീരിയൽ പ്രോപ്പർട്ടി ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഫസ്റ്റ് വൺ ഇലാസ്റ്റിസിറ്റി അല്ലേ. ഇലാസ്റ്റിസിറ്റി ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഫോഴ്സ് കളഞ്ഞാൽ ഇനീഷ്യൽ സൈസ് ഓഫ് ഷേപ്പ് റീഗെയിൻ ചെയ്യണമെങ്കിൽ അതൊരു പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി
ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദി പ്രോപ്പർട്ടി ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയർ. അതായത് നമ്മൾ മെറ്റീരിയൽ നമ്മൾ അങ്ങനെ ഒരു വയറിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ മാക്സിമം വലിക്കുന്ന രീതിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാക്സിമം വലിച്ചു നീട്ടാൻ പറ്റുന്ന ഡക്റ്റിലിറ്റി പറയും. വലിച്ചു നീട്ടാൻ പറ്റുക വെച്ചാൽ അത് പൊട്ടിപ്പോകാണ്ട് വലിച്ചു നീട്ടാൻ പറ്റുന്നത്. ചിലപ്പോൾ ചില ഫോഴ്സ് അപ്ലൈ ചെയ്ത ഉടനെ അത് പൊട്ടിപ്പോയേക്കാം. അപ്പോൾ അത് ഡക്റ്റൈൽ അല്ല. ഡക്റ്റൈൽ ആണെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ പൊട്ടാണ്ട് വലിഞ്ഞു പോകും. അതേപോലെ മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, ബ്രിട്ടിൽനെസ് എന്ന് വെച്ചാൽ എന്താ? മാലിയബിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു സം പ്ലേറ്റ് ഫോം ഓർ ഷീറ്റ് ഫോം. അത് ഷീറ്റായിട്ട് അടിച്ച് പരത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാലിയബിൾ ആണെന്ന് പറയും. ബ്രിട്ടിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് അടിച്ചപ്പോൾ തന്നെ പൊട്ടുന്നുണ്ടെങ്കിൽ ബ്രിട്ടിൽ എന്നാണ് അർത്ഥം. ബ്രിട്ടിൽ എന്ന് വെച്ചാൽ ഗ്ലാസ്സൊക്കെ ബ്രിട്ടിലാണ്. നമ്മളൊരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ അത് അടിച്ച് പരത്താൻ പറ്റില്ല, അടിച്ച് വലിച്ച് ഡ്രോ ചെയ്ത് വയറാക്കാൻ പറ്റില്ല. അപ്പോൾ മാലിയബിളല്ല, ഡക്റ്റൈലല്ല, അത് ബ്രിട്ടിലാണ്. ഇപ്പോൾ റബ്ബർ നമ്മൾ മായ്ക്കുന്ന ഇറേസർ നമ്മൾ ഫോഴ്സ് എത്ര അപ്ലൈ ചെയ്താൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ അത് ബ്രിട്ടിലല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതൊക്കെയാണ് ഹാർഡ്നെസ്, സ്റ്റിഫ്നെസ്. ഹാർഡ്നെസ് വെച്ചാൽ പെൻട്രേഷൻ, അത് നമ്മൾ പഠിക്കും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽ പ്രോപ്പർട്ടിയും ലെങ്ത്, ഏരിയ, വോളിയം എന്ന് പറയുന്നത് ജോമെട്രിക് പ്രോപ്പർട്ടി. അപ്പോൾ 2 ടൈപ്പ് പ്രോപ്പർട്ടിൻ്റെ തമ്മിൽ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വാട്ട് ഡു യു മീൻ ബൈ ടഫ്നെസ് എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിയാണ്. ബ്രിട്ടിൽനെസ് പോലെ ബ്രിട്ടിൽനെസ്സിൻ്റെ ഓപ്പോസിറ്റാണ് ടഫ്. ഓക്കെ, എക്സാക്റ്റ് ഓപ്പോസിറ്റ്. സോ ടഫ്നെസ് എന്ന് വെച്ചാൽ if the material is able to withstand force without being broken or without being ruptured, or the ability of the material to be drawn into wire, or the ability of the material to be made into sheets, അതിനാണ് ടഫ്നെസ് പറയുന്നത്. മാക്സിമം എനർജി അബ്സോർബ് ചെയ്ത് പിന്നെ പൊട്ടാണ്ട്, അതായത് റപ്ചർ ആവാണ്ട്, ഫെയിൽ ആവാണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ടഫ്നെസ് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഡക്റ്റിലിറ്റി, ഒരു മെറ്റീരിയൽ ഡക്റ്റൈൽ എന്ന് വെച്ചാൽ ടഫാണെന്ന് അർത്ഥം. കാരണം ഡക്റ്റൈലാണെന്ന് വെച്ചാൽ പൊട്ടാണ്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട്, അതായത് വയറാവുന്നുണ്ട്. അതേപോലെ മാലിയബിലിറ്റി വെച്ചാൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഷീറ്റ് പരുവത്തിലാവുന്നുണ്ട്, പൊട്ടാണ്ട്, അല്ലേ? എന്ന് വെച്ചാൽ പിടിച്ച് നിൽക്കുന്നു, അതിനാണ് ടഫ്നെസ് പറയുന്നത്. സോ അപ്പോൾ ഒരു ബോഡി ടഫാണെന്ന് വെച്ചാൽ ഇറ്റ് മൈ ബി ഐദർ മാലിയബിൾ ഓർ ഡക്റ്റൈൽ. സോ മാക്സിമം എനർജി, അതാണ് ടഫ്നെസ്. ഇതാണ് ടഫ്നെസ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് നത്തിങ് ബട്ട് amount of energy that can be absorbed. ആ എനർജി അബ്സോർബ് കൂടുതലാണെങ്കിൽ മോർ ടഫ് എന്നാണ് അർത്ഥം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഗ്രാഫ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഡക്റ്റൈലാണ്. ഈ മെറ്റീരിയൽ, ഈ ബോഡി സിഗ്മ എപ്സിലോൺ, ഇത് ഡക്റ്റൈലാണ്. ഓക്കെ, ഈ ഗ്രാഫ് കാരണം കൂടുതൽ ഏരിയ ഉണ്ട്, കൂടുതൽ ടഫാണ് അർത്ഥം. ടഫാണെങ്കിൽ അത് ഐദർ ഡക്റ്റൈൽ ഓർ മാലിയബിൾ ആയി. പക്ഷേ ഒരു ബോഡിയുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ എങ്കിൽ it means the area under the graph is less compared to the previous case. Here area കൂടുതലായിരുന്നു, ഇതിൻ്റെ കേസിൽ ഏരിയ കുറവാണ്. if area is less under the graph എന്താണ് അതിൻ്റെ അർത്ഥം? പിന്നെ the amount of energy that can be absorbed is very less എന്നാണ്. എനർജി കുറവ് വെച്ചാൽ ടഫ്നെസ് കുറവ് വെച്ചാൽ ഡക്റ്റൈൽ അല്ല, ബ്രിട്ടിലാണ്. ഇറ്റ് മീൻസ് ദിസ് ടൈപ്പ് ഓഫ് ഗ്രാഫ് represent ബ്രിട്ടിൽ മെറ്റീരിയൽ. ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ ഗ്രാഫാണ് ഇങ്ങനെ ഉണ്ടാവുക. ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ ഗ്രാഫ് എന്ന് വെച്ചാൽ ഏരിയ കുറവായിരിക്കും. അപ്പോൾ ഞാൻ രണ്ടും ഒന്നിച്ച് ചേർക്കാം. ഒന്നിച്ച് വരച്ചാൽ ഇതൊരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്.
സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് സിഗ്മ സ്ട്രെയിൻ നോർമൽ സ്ട്രെസ് നോർമൽ സ്ട്രെയിൻ ആണ്. രണ്ട് ഗ്രാഫ്, ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് ഗ്രാഫെങ്കിൽ ഇത് ഡക്റ്റൈൽ മെറ്റീരിയൽ ആയിരിക്കും, ഇതെന്തായിരിക്കും ബ്രിട്ടിൽ മെറ്റീരിയൽ ആയിരിക്കും. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് വെച്ചാൽ സ്ട്രെസ് ഫ്രാക്ചർ, ഇതായിരിക്കും ഫ്രാക്ചർ പോയിന്റ്. ഇതിൻ്റെ ഫ്രാക്ചർ പോയിന്റ് എവിടെയാണ്? ഫ്രാക്ചർ പോയിന്റ് എത്തുന്നതിന് മുമ്പ് ഇത്രയധികം സ്ട്രെയിൻ സംഭവിച്ചു. അപ്പോൾ മാക്സിമം സ്ട്രെയിൻ കഴിഞ്ഞിട്ട് എന്തോ പറ്റൂ, അത് പൊട്ടിപ്പോകും. ഇതെന്ന് വെച്ചാൽ സ്ട്രെയിൻ പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോയി. അതാണ് ഫ്രാക്ചർ പോയിന്റ് അടുത്താണ്. വാല്യൂ സീറോക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടാണ് ഫ്രാക്ചർ പോയിന്റെങ്കിൽ അത് ബ്രിട്ടിലായിരിക്കും. എന്നിട്ട് അപ്പോൾ നമ്മൾ ഗ്രാഫ് കണ്ടാലും ഇത് ബ്രിട്ടിൽ മെറ്റീരിയൽ ആണോ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണോ, ടഫ്നെസ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുക. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, ഇങ്ങനെയാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഉണ്ടാവുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ്, അല്ലെങ്കിൽ ആ കോംപ്ലക്സ് മെട്രിക്സ് അല്ലെങ്കിൽ കൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ്, ഇതിനൊക്കെ നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടെത്തണം. പിന്നെ പോയ്സൺസ് റേഷ്യോ എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. പോയ്സൺസ് റേഷ്യോ ഇപ്പോൾ തന്നെ പറയാം. സ്റ്റുഡൻസ്, പോയ്സൺസ് റേഷ്യോ എന്ന് വെച്ചാൽ, സപ്പോസ് നമ്മുടെ അടുത്ത് ഒരു ബാർ ഉണ്ട്, റെക്ടാങ്കുലർ ബാർ. വി ആർ അപ്ലൈയിങ് സം ഫോഴ്സ്, ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ബാറിന്, ദിസ് ബാർ വിൽ ഗെറ്റ് elongated. At the same time the cross sectional area get reduced. അല്ലേ, നമ്മളൊരു ബാർ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നീളം കൂടും, അതിൻ്റെ ഏരിയ കുറയാനും സാധ്യതയില്ലേ? നമ്മൾ ആദ്യം പറയുമ്പോൾ നമ്മൾ നീളം കൂടുന്നതിനെ കുറിച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആക്ച്വലി നീളം കൂടുക മാത്രമല്ല, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുകയും ചെയ്യും. എൽ ഉണ്ടായത് എന്തായി? എൽ പ്ലസ് ഡെൽറ്റ എൽ എന്നുള്ള ഒരു ലെങ്ത്തിലേക്ക് കൂടുകയും ചെയ്തു. ബി ഉണ്ടായത്, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രെഡ്ത്ത് ബി ആയിരുന്നെങ്കിൽ ഇപ്പം എന്തായി? ഇതെന്തായി? ഇത് വെച്ചാൽ എന്താ? ഇത് ഇനീഷ്യൽ ബി ആയിരുന്നെങ്കിൽ ഇത് ബി മൈനസ് ഡെൽറ്റ ബി എന്നുള്ളൊരു ലെങ്ത്തിലേക്ക് കുറയുകയും ചെയ്തു. സെയിം വേ നമ്മൾ കംപ്രസീവ് ഫോഴ്സാണ് അപ്ലൈ ചെയ്തതെങ്കിൽ പിന്നെ എന്തായി? നീളം കുറയും, വണ്ണം കൂടും, അല്ലേ? നീളം കുറയും, വണ്ണം കൂടും. when we apply compressive force, the length will get a decrease, L minus to L minus delta L. At the same time cross sectional area അല്ലെങ്കിൽ വിഡ്ത്തും ബ്രെഡ്ത്തും എല്ലാം കൂടും, അല്ലേ? ടോട്ടൽ ആ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നെ കൂടും. ടെൻസൈൽ കേസിൽ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയും, പിന്നെ മറ്റേ കേസിൽ കംപ്രഷൻ കേസിൽ ക്രോസ് സെക്ഷൻ ഏരിയ കൂടും. എങ്ങനെയെങ്കിലും രണ്ട് ചേഞ്ചും, ലെങ്ത് വൈസും ചേഞ്ച് വരുന്നു, ക്രോസ് സെക്ഷൻ വൈസ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ലെങ്ത് വൈസ് ചേഞ്ചിനെ നമ്മൾ ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കും. ക്രോസ് സെക്ഷൻ ഈ ചേഞ്ചിനെ നമ്മൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വിളിക്കും. സോ ദിസ് ഈസ് ലാറ്ററൽ സ്ട്രെയിൻ, ദിസ് ഈസ് ലീനിയർ സ്ട്രെയിൻ, ദിസ് ഈസ് ലീനിയർ സ്ട്രെയിൻ, ദിസ് ഈസ് ലാറ്ററൽ സ്ട്രെയിൻ. അപ്പോൾ എ നോർമൽ സ്ട്രെസ് ഇൻ എ ഡയറക്ഷൻ കോസസ് ലീനിയർ സ്ട്രെയിൻ ഇൻ ഇറ്റ്സ് ഡയറക്ഷൻ ആൻഡ് കോസസ് ലാറ്ററൽ സ്ട്രെയിൻ ഇൻ ഇറ്റ്സ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പോൾ ലീനിയർ സ്ട്രെയിൻ എങ്ങനെ എഴുതാം? ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് എപ്സിലോൺ, let it be epsilon, it is nothing but delta L by L. അല്ലേ? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ആണെങ്കിൽ ഇതിനെ എപ്സിലോൺ 1 കേട്ടോ, ഇത് എപ്സിലോൺ 1, ഇതിനെ എപ്സിലോൺ 2 എന്ന് ഇട്ടാൽ ഇതെന്തായി? ഡെൽറ്റ ബി ബൈ ബി ആയി. സിൻസ് ഇത് കുറയുന്നതുകൊണ്ട് ഇതിന് മൈനസ് കിട്ടും, ഡെൽറ്റ ബി ബൈ ബി. So students, we define the property, a constant called Poisson's ratio.
Poisson's ratio mu. So mu is nothing but lateral strain by linear strain. Lateral strain by linear strain modulus ആണ്. അപ്പോൾ മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് ക്യാൻസൽ ആവും. So mu can be written as modulus of minus delta b by b by delta l by l. ഈ മോഡുലസ് കളഞ്ഞാൽ മോഡുലസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് പോകും. ഡെൽറ്റ ബി ബൈ ബി ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഇതാണ് നമ്മളെ പോയിസൺസ് റേഷ്യോ. ഈ ഡെൽറ്റ ബൈ ബി എന്താണ്? എപ്സിലോൺ 2 ബൈ എപ്സിലോൺ 1. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ 2 ഈക്വൽ ടു എപ്സിലോൺ 2 വെച്ചാൽ എന്താ? എപ്സിലോൺ 2 ആക്ച്വലി എന്താ? ഡെൽറ്റ ബി ബൈ ബി അല്ലേ? അപ്പോൾ മൈനസ് ഡെൽറ്റ ബൈ ബി അല്ലേ എപ്സിലോൺ 2. അപ്പോൾ ഡെൽറ്റ ബി ബൈ ബി എന്തായി? മൈനസ് എപ്സിലോൺ 2 ആയി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്സിലോൺ 2 ഈക്വൽ ടു മൈനസ് എപ്സിലോൺ 2 ഈക്വൽ ടു മ്യൂ ഇൻറ്റു എപ്സിലോൺ 1 കിട്ടൂടെ? മ്യൂ ഇങ്ങോട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ 2 ഈക്വൽ ടു മൈനസ് മ്യൂ എപ്സിലോൺ 1 എന്ന് എഴുതി കൂടെ? ഇനി എപ്സിലോൺ 1 എന്താണ്? എപ്സിലോൺ 1 നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ഹൂക്സ് ലോ അപ്ലൈ ചെയ്യാം. ഹൂക്സ് ലോ അപ്ലൈ ചെയ്താൽ ഇതിപ്പോൾ 1 ഡയമെൻഷനായിരുന്നു. ഹൂക്സ് ലോ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 1 ബൈ ഇ കിട്ടൂടെ? അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ എഴുതാം? പോയിസൺസ് റേഷ്യോയുടെ ടേംസിൽ നമുക്ക് രണ്ട് ലാറ്ററൽ സ്ട്രെയിനെ ലീനിയർ സ്ട്രെയിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ ഷിയർ സ്ട്രെയിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ? ഷിയർ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ടോ പ്രൊപ്പോർഷൻ ടു ഗാമ. സോ ടോ ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. അപ്പോൾ ജി നമ്മൾ എന്താ വിളിക്കും? മോഡുലസ് ഓഫ് റിജിഡിറ്റി. അപ്പോൾ ഇതൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ എത്ര 3 ടേംസ് പഠിച്ചു, 3 കോൺസ്റ്റൻസ് പഠിച്ചു. ഒന്നാമത്തത് ഇ, രണ്ടാമത്തത് ജി, മൂന്നാമത്തത് മ്യൂ. ഇനി ഒന്നും കൂടി ഉണ്ട്, കെ ഉണ്ട്. ഇത് ബൾക്ക് മോഡുലസ് ആണ്. അത് നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയും. ഈ ബൾക്ക് മോഡുലസ് ഇത് 4നെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. Okay, elastic constants, it consists of Young's modulus, modulus of rigidity, Poisson's ratio and bulk modulus. ഈ ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റിൻ്റെയും ജിയുടെ ഒക്കെ വാല്യൂ ഓൾമോസ്റ്റ് ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ എല്ലാം കേസിൽ ഇത് 80 ജിഗാ പാസ്കൽ 100 ജിഗാ പാസ്കൽ റേഞ്ചിലായി. യൂണിറ്റ് അറിയാമല്ലോ, പാസ്കലാണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ജിഗാ പാസ്കൽ എന്ന് വെച്ചാൽ 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതും ഓൾമോസ്റ്റ് ജിഗാ പാസ്കൽ റേഞ്ച് തന്നെയായിരിക്കും അലൂമിനിയത്തിൻ്റെ. ഈ മ്യൂ എന്ന് പറയുന്നത് പിന്നെ ലെസ് ദാൻ 1 ആയിരിക്കും അല്ലേ? കാരണം മ്യൂ ഈസ് റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിനെ കാട്ടി കുറവായിരിക്കും. അപ്പോൾ ഡിനോമിനേറ്റർ കൂടുതലും ന്യൂമറേറ്റർ കുറവായതുകൊണ്ട് ഇറ്റ്സ് വാല്യൂ വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോഴൊരു 0.3, 0.4 ആ റേഞ്ച് ആയിരിക്കും മ്യൂയുടെ വാല്യൂ. പിന്നെ ബൾക്ക് മോഡുലസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾ ഓൾമോസ്റ്റ് ഏകദേശം കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അലൂമിനിയത്തിൻ്റെ നിങ്ങൾ ഒരു അസൈൻമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു ഹോംവർക്കായിട്ട് തരാം. എന്തൊക്കെയാണ് അലൂമിനിയത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ വേരിയസ് ബ്രോൺസ്, കോപ്പർ, ഇങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയലിൻ്റെ ഈ യങ്സ് മോഡൽസും പിന്നെ മോഡൽസ് ഓഫ് റിജിഡിറ്റി ഒക്കെ എന്താണെന്ന് ഒന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, മ്യൂ. പിന്നെ ബൾക്ക് മോഡൽസ് എന്താണ് നോക്കാം. ബൾക്ക് മോഡൽസ് വെച്ച് നമുക്കൊരു 3D എലമെൻറ്റ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ്, ഒരു പ്രിസം ഉണ്ട്, ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ ഒരു പ്രിസം. പ്രിസത്തിന് നമ്മൾ 4 ഭാഗത്തുനിന്നും ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ 6 ഭാഗത്തുനിന്നും ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടെൻസൈൽ ഫോഴ്സ് ആണെന്ന് വരും.
ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ വോളിയം ഒന്നാകെ ചേഞ്ച് ആവും. ഇനീഷ്യൽ വോളിയം വി ആണെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൽ ഒരു ഡെൽറ്റ വി ഇൻക്രീസ് ആകും. അപ്പോൾ ഡെൽറ്റ വി ബൈ വി, ചേഞ്ച് ഇൻ വോളിയം ബൈ ഇനീഷ്യൽ വോളിയത്തിനെ നമ്മൾ എന്ത് വിളിക്കും? എപ്സിലോൺ വി ഓർ വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ. ഓക്കെ. ഇപ്പോൾ എഫ് എന്നുള്ള ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തുണ്ടാവും? ഇതിപ്പോൾ സെയിം ഫോഴ്സ് ആണെങ്കിലാണ് സിഗ്മ എന്നുള്ള എന്തുണ്ടാവും? എല്ലാ ഡയറക്ഷനിലും സിഗ്മ എന്നുള്ള സ്ട്രെസ് ഉണ്ടാവും. സെയിം ഫോഴ്സ് ആണെങ്കിൽ സിഗ്മ എന്നുള്ള സ്ട്രെസ് ഉണ്ടാവും. സെയിം ആവണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഓക്കെ. When a body is subjected to a mutually perpendicular like stresses of equal intensity sigma. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും when a body is subjected to mutually perpendicular like stresses of equal intensity sigma, a ratio of sigma to corresponding volumetric strain ആണ് നമ്മൾ എന്ത് വിളിക്കുക? ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈക്ക് ഫോഴ്സ് എന്ന് വെച്ചാൽ സെയിം ഡയറക്ഷനിൽ സെയിം മാഗ്നിറ്റ്യൂഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് എന്ത് സംഭവിക്കും? ഒരു ലൈക്ക് സ്ട്രെസ് ഉണ്ടാവും. ലൈക്ക് സ്ട്രെസ് ഡിവൈഡ് ബൈ കറസ്പോണ്ടിങ് വോളിമെട്രിക് സ്ട്രെയിൻ നമ്മൾ എന്ത് വിളിക്കും? ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് ഈസ് അനദർ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്. അപ്പോൾ ഇത്രയും ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, ഇത്രയും കൺസെപ്റ്റ് ഉണ്ട്. ഇനി ഇവയൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് നമ്മൾ നേരത്തെ പഠിച്ചു സിഗ്മ ടെൻസർ ഈക്വൽ ടു മെട്രിക്സ് ഇൻറ്റു 3Dയിൽ ഇത് മെട്രിക്സ് ഇൻറ്റു എന്തായി? ഇതാണ്. ഇനി ഈ ഡി നമ്മൾ നേരത്തെ പറഞ്ഞ ഡി മേ ബി എ ഫങ്ഷൻ ഓഫ് ഇ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇ അല്ല, ഫങ്ഷൻ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ്. ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ്. എന്തുകൊണ്ട്? ഡിയിൽ ചിലപ്പോൾ മ്യൂ വരാം, ജി വരാം. കാരണം ജി എന്താ വരുന്നത്? കാരണം ഇതിൽ സിഗ്മ വെച്ചാൽ ടോ വരുന്നുണ്ട്. സിഗ്മ വെച്ചാൽ നോർമൽ സ്ട്രെസ് മാത്രമല്ല, ഷിയർ സ്ട്രെസ്സും വരുന്നുണ്ട്. ഇവിടെ നോർമൽ സ്ട്രെയിൻ മാത്രമല്ല, ഷിയർ സ്ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് വരും? ജി വരാം, ഇ വരാം. അതേപോലെ വേണമെങ്കിൽ ചിലപ്പോൾ കെ വരാം, ചിലപ്പോൾ മ്യൂ വരാം. കാരണം നമ്മൾ നോർമൽ സ്ട്രെസ് എന്ന് വെച്ചാൽ ലീനിയർ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ പിന്നെ നീളം കൂടിയ വേറെ ഭാഗത്ത് വണ്ണം കുറയുമല്ലോ. അപ്പോൾ എന്താണ്? മ്യൂലർ എഫക്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഡി എന്ന് വെച്ചാൽ ശരിക്കും ഡിയിൽ എന്തൊക്കെ വരാം? ഡിയിൽ എല്ലാ ഇലാസ്റ്റിക് കോൺസ്റ്റൻസും വരാം എന്നാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതെങ്ങനെ വരുന്നില്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് മെയിൻ ഡെറിവേഷനായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് നിർത്താം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.